ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അയലച്ചോറാണ്. അതിന് വേണ്ടി 4 അയല കഴുകി വൃത്തിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് അയലയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് മസാല വരട്ടിയെടുക്കാം. മസാല വരട്ടിയെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്ക് നമ്മുടെ മീനും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മസാല വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അയലേക്ക് ഞാൻ നന്നായി മസാല വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് അയലച്ചോറിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ അയലച്ചോറിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഞാൻ ഇത് റേഷൻ അരി കൊണ്ടാണ് ഇതാക്കുന്നത്. റേഷൻ അരി വേണം, റേഷൻ അരി തന്നെ നിർബന്ധമില്ല. ചോറ് വെക്കുന്ന ഏത് അരി ആവാം. ഇപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടെങ്കിൽ അതും കൊണ്ടും ആവാം. പിന്നെ കുക്കറിലുമാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ടയും അതേപോലെ ഒരു 4 ഉണക്ക കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത കുരുമുളക് കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാൻ 2 വലിയ സവോളയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. സവോള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വാടി വരട്ടെ. ഈ വാടാൻ വെച്ചുള്ള ആ സമയത്ത് ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങ് വറുത്ത് പൊരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ ഭാഗം മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉള്ളി നന്നായി വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് 2 ഉള്ളിയും 1 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ തക്കാളി നന്നായി ഒന്ന് വാടി വരണം. അപ്പോൾ നമ്മൾ തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളി അപ്പാടും അതേപോലെ തന്നെ ഒരു 4 പച്ചമുളകും കൂടെ ഞാൻ ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി അതിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം നന്നായി മിക്സായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് റെഡും യെല്ലോ കളറൊക്കെയുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാകും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്രീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാനത് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ക്യാപ്സിക്കൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം കപ്സ മസാലയും കൂടെ നന്നായി അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പൊതിനയും അതേപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഒരു പാത്രത്തിൽ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എത്ര അരിയുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആണ് ഇതിനും. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് അരി വെന്ത് വരാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം നമ്മൾ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മീൻ വറുത്തത് നമുക്ക് അപ്പാടെയല്ല ഞാൻ ചേർക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇങ്ങനെ പിച്ചിടണം. നമ്മളെ ഈ അയലമീൻ നമ്മളൊന്ന് വറുത്തതിന് ശേഷം ഒന്നിങ്ങനെ ജസ്റ്റ് നമ്മൾ ഓരോ അടകൾക്കും അതിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ വെച്ച് തന്നെ ഇത് നമുക്കൊന്ന് പിച്ചെടുക്കണം. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന 1/2 കിലോ അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ അയലമീൻ ഉണ്ടല്ലോ, ആ അയലമീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കുക. അടിയിൽ തന്നെ നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം.
എന്നിട്ട് നമ്മളെ കുക്കർ നമുക്കിനി മൂടി വെച്ച് ഒരു 2 വിസിലിൽ വേവിക്കാം. അപ്പോൾ 2 വിസിലൊക്കെ വന്ന് നമ്മൾ ചോറ് നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അയലമീനൊന്നും കാണില്ല പൊടിച്ചിട്ടത് കൊണ്ട് തന്നെ, പക്ഷേങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അയല കടിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ദാ നമ്മൾ ആവി പറക്കുന്ന അയലച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ അയല പൊടിച്ചിട്ടുണ്ട് തന്നെ നമുക്ക് അയല കഷ്ണമൊന്നും കാണാൻ കിട്ടില്ല. പക്ഷെ കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ്, വേറെ ഒരു ലെവലാണ്. നമ്മൾ ബിരിയാണിയും കഴിക്കും പോലെയല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ട ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. താങ്ക്